പ്രിയപ്പെട്ട ഫാദറിനിലേക്ക് വേണ്ടിയാ. ആയിരപ്പറത്തറവാടിന്റെ ഉമ്മറത്തിരുന്ന് ഓരോന്ന് ആജ്ഞാപിക്കുന്ന പ്രിയപ്പെട്ട ബാലന്മാഷിന് വേണ്ടി. മക്കളുടെ അവസ്ഥയോർത്ത് ഒന്നുകിൽ നെഞ്ചു പൊട്ടിച്ചാകും, ഇല്ലെങ്കിൽ ജീവിതം വേണ്ടെന്ന് വെക്കും. ആത്മഹത്യ. ഇതെന്റെ കഴുത്തിൽ താലി കെട്ടിയവന് വേണ്ടിയാ. ഈ തറവാട്ടിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. എല്ലാം നിന്റെ തലയിൽ വരും. ഭ്രാന്ത് പിടിച്ച് നീ ഓടും. ഈ കുട്ടനാട് മുഴുവൻ. ഇത് ഈ തറവാട്ടിൽ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനും പേമാരിക്കും വേണ്ടിയാ. അധപ്പതിച്ച ആയിരപ്പറ ഒന്നുമില്ലാതാകും. എന്നിട്ടേ ഞാൻ ഈ പടിയിറങ്ങും. അച്ഛാ, മാഡം റൂമിലേക്ക് പോവാം. വല്ലളിയാ, അതിനുള്ള സമയമായിട്ടില്ല. കുറച്ച് ചടങ്ങൊക്കെ ബാക്കിയില്ലേ? പാലും പഴമൊക്കെ കഴിച്ചിട്ട് വേണ്ട റൂമിൽ പോവാൻ. മാഡം വാ. ബാല, ശ്രേയ. അങ്കിൾ, എന്തായി കാണിക്കുന്നേ? എണീക്ക്. എണീക്കാൻ പറഞ്ഞല്ലേ? എണീക്കാനാ പറഞ്ഞത്. ആ കൈകൾ കൊണ്ട് എന്റെ കാലിൽ തൊട്ട് നിന്റെ പാപം മുഴുവൻ എന്റെ തലയിലാക്കണ്ട. നിങ്ങളൊരു മനുഷ്യനാണോ? എത്രയൊക്കെ ഇഷ്ടക്കേടുണ്ടെങ്കിലും നിങ്ങളുടെ മൂത്ത മകൻ കല്യാണം കഴിച്ച് ഈ തറവാട്ടിലേക്ക് കയറി വന്ന പെണ്ണാ ഇവള്. ആദ്യമായി ഇവന്റെ കൈയും പിടിച്ച് അച്ഛന്റെ അനുഗ്രഹം വാങ്ങാൻ നോക്കിയപ്പോ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് എന്റെ പൊന്നിന്റെ മനസ്സ് വിഷമിപ്പിച്ചില്ലേ? ഇവളുടെ സ്ഥാനത്ത് നിങ്ങളുടെ പെങ്ങളുടെ മകളായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ പറയുമായിരുന്നോന്ന്? ഒരു പെണ്ണും ചെയ്യാത്ത ക്രൂരതയും ദുഷ്ടതയും കാണിച്ച ഇവളോട് എന്റെ കാലിൽ വിടാൻ ക്ഷമിക്കണമെന്നാണോ? ദൈവം പോലും മാപ്പ് കൊടുക്കില്ല ഇവൾക്ക്. അതെ, മനസ്സിലായില്ല. ഞങ്ങൾ എന്ത് ചെയ്യണ്ട? ഈ കല്യാണം തന്നെ അല്ലാതെന്താ? ഈ തറവാടിന്റെ മുകളിൽ വന്ന് വീണ ഇടുത്തിയാ ഇവള്. ബാലമ്മ, എന്തിനാ വഴക്കൊക്കെ? അനുഗ്രഹം കൊടുത്തൂടെ?
ചരു നീ മിണ്ടായിരിക്കെ. അക്കുച്ചേട്ടാ പ്ലീസ്, ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല ഇത്. ബാലമ്മ അനുഗ്രഹം കൊടുത്തോടെ. കൊടുക്കില്ല മോളെ, എന്നെ കൊണ്ട് അനുഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സിൽ വെറുപ്പും ദേഷ്യവും വെച്ച് അനുഗ്രഹം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അങ്കിൾ, എനിക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം തരൂ. ഞാനിപ്പോ കാലിൽ വീണത് അനുഗ്രഹം വാങ്ങാനല്ല, മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കാന്. അങ്കിൾ എന്തിനാ മാപ്പ് പറയുന്നതെന്ന് ആലോചിക്കാണോ? പറയാം. അത് പറഞ്ഞെങ്കിലേ എന്റെ മനസ്സിന്റെ ഭാരം കുറയുള്ളൂ. ഒരു കുറ്റബോധം ഇല്ലാതെ ഇവിടെ ജീവിക്കണ്ടേ എനിക്ക്. അങ്കിളിനെ ബോധം കെടുത്തി കൊണ്ടുപോയി മണ്ഡപത്തിൽ കെട്ടിയിട്ടത് ഞാൻ പറഞ്ഞിട്ടാ. അങ്കിളിന് അത്ഭുതം തോന്നുന്നുണ്ടോ? അത്ഭുതോ? എനിക്കോ? ഒരു കാര്യം ചെയ്യില്ല എന്ന് മനസ്സിൽ കരുതിയിരിക്കുന്നവര് അത് ചെയ്യുമ്പോഴാ നമുക്ക് അത്ഭുതം തോന്നുന്നത്. നീ ചെയ്തതിൽ ഒരു അത്ഭുതവും ഇല്ല. ഇപ്പൊ നീ ഇത് പറയാതെ തന്നെ എനിക്കും ആകാശനും ചാരുമോൾക്കൊക്കെ ഇതറിയാം. കാരണം എന്താ? ഇത്തരം തരംതാണ കാര്യങ്ങൾ ചെയ്യാൻ നിനക്കേ പറ്റൂ. സോറി അങ്കിൾ. അക്കുച്ചേട്ടാ മിണ്ടാതിരിക്കേ.